താങ്ക് യു. ഹാപ്പി ബർത്ത്ഡേ ബിഗ് ബോയ്. അപ്പം നമുക്കിനി പോയിട്ട് വാപ്പാക്കൊന്നും പോകത്തില്ല. വാപ്പാക്ക് ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ. അങ്ങനെ ഞങ്ങളുടെ കുക്കിംഗ് കലാപരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ ജോലിക്ക് വന്നു കേട്ടോ. ഇപ്പൊ 5 മണിയായി. ഞങ്ങൾ വീണ്ടും 5:30 ഒക്കെ ആകുമ്പോൾ വരും. എല്ലാം കറക്റ്റ് ചെയ്യണം കേട്ടോ. ടീ ഒക്കെ കറക്റ്റ് ചെയ്യണം. ഫുഡ് എടുത്ത് വെക്കണം. നമ്മുടെ മന്തിയുടെ ചെമ്പ് പൊട്ടിക്കാൻ പോന്നു. ആ ചൂട് ആരിങ്ങനെ പാറി കളിക്കുന്നു. ആയി കൈകൊള്ളി നല്ല ചൂട് കേട്ടാ. നമുക്ക് ആദ്യം തക്കാളി സോസ് ഉണ്ടാക്കാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ നോമ്പൊക്കെ മുറിച്ച് കഴിഞ്ഞിട്ട് ഫുഡൊന്നും കഴിച്ചില്ല. ഫ്രൂട്ട്സും അതൊക്കെ കഴിച്ചോളൂ. കാരണം ചോറല്ലേ, മന്തിയല്ലേ, ഇപ്പൊ കഴിച്ചിട്ട് പോയാൽ ഹെവി ആയിപ്പോ. അതായത് അമാനുവിന്റെ ബർത്ത്ഡേ ആണ് മാർച്ച് 2 കേട്ടോ. അപ്പം അമാനു കൂടില്ല, അവൻ ട്യൂഷന് പോയി. SLC ആണല്ലോ. അപ്പൊ ഞങ്ങൾ രണ്ടുപേരുടെ പോവാണ്. അപ്പൊ അബ്ദുള്ള ബാക്കിൽ കിടന്നുറങ്ങുവാണ്. ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പൊ നമ്മൾ ദേണ്ട സിറ്റി സെന്ററിലോട്ട് പോവാണ്. റോഡിലെല്ലാം നല്ല തിരക്കാണ്. ഇവിടെ ഈ മഴയും കാര്യങ്ങളൊക്കെ വന്നാലുണ്ടല്ലോ, റോഡ് ഫുള്ളും ബ്ലോക്കാ അല്ലേ. വണ്ടി അങ്ങോട്ട് പോകത്തില്ല. അങ്ങനെ എത്ര നേരമായെന്നറിയാം ഇറങ്ങിയിട്ട്. അപ്പൊ ദേണ്ട കാണിച്ചു തരാം. കണ്ടോ, നമ്മളിപ്പോ സിഗ്നലിൽ കിടക്കുവാണ്. സിറ്റി സെന്റർ എത്താറായില്ലേ? ഇവിടെയാണ് നമ്മള് പോകുന്നത് ഡ്രസ്സ് വാങ്ങാൻ വേണ്ടി. ഈ ഒരു വീഡിയോ കഴിഞ്ഞ ഫ്രൈഡേയിൽ എടുത്ത് വെച്ചാണ് കേട്ടോ. മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു മാർച്ച് 2 കേട്ടോ. അപ്പം സാറ്റർഡേ ഇവിടെ ഓൾറെഡി റമദാൻ സ്റ്റാർട്ട് ചെയ്തല്ലോ. അപ്പം ഞങ്ങൾ ഫ്രൈഡേയിൽ പോയിട്ട് മോന് ബർത്ത്ഡേക്കുള്ള ഡ്രസ്സും വാച്ചും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോയാണ് കേട്ടോ. കാരണം നോമ്പ് സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ ഡ്യൂട്ടിയും അതുപോലെ രാവിലെ ഒന്നും വാങ്ങാനും പറ്റൂലല്ലോ. അങ്ങനെയാണ് ഞങ്ങൾ ഫ്രൈഡേ പോയത്. അമാനുവിന് ഷർട്ട് വാങ്ങാൻ വേണ്ടിയായിരുന്നു ആദ്യം പോയത് കേട്ടോ. അപ്പോൾ ഷർട്ട് അത്ര കറക്റ്റ് സൈസ് കിട്ടിയില്ല. കാരണം ഇപ്പോൾ ആളിന് എക്സാമിൻ്റെ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൾ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ടീഷർട്ടാണ് വാങ്ങി, ഒരു വൈറ്റ് ടീഷർട്ട് വാങ്ങി കേട്ടോ. പിന്നെ അതിന് ചേരുന്ന ഒരു ജീൻസ് വാങ്ങി. അതിനുശേഷം നമ്മൾ പിന്നെ അവിടെ അമാനുവിനാണ് വാങ്ങാൻ വന്നതെങ്കിലും ഉണ്ടല്ലോ, ലേഡീസിൻ്റെ സെക്ഷനിൽ കണ്ടാലുണ്ടല്ലോ, അതെല്ലാം പോയിട്ടൊന്ന് ഇട്ട് നോക്കിയിട്ടില്ലെങ്കിലുണ്ടല്ലോ എനിക്കൊരു സമാധാനം കിട്ടില്ല. കമ്മൽ, വാള, മാല, അതുപോലെ കുറേ ഗൗണും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല കളക്ഷൻസാണ് എപ്പോഴും സെൻട്രൽ പോയിന്റിൽ. പക്ഷെ ഞാനൊന്നും വാങ്ങിയില്ല, എല്ലാം വെച്ച് നോക്കിയിട്ടുള്ളൂ കേട്ടോ. കാരണം ഇനിയിപ്പം ഈദ് വരുവാണല്ലോ, അപ്പോൾ എന്തായാലും അന്നേരം വാങ്ങാമല്ലോ. അപ്പം ഇപ്പം വെറുതെ നോമ്പിന് പിന്നെ വാങ്ങിയിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് എല്ലാം ഒന്ന് ഇട്ട് നോക്കിയില്ല, ജസ്റ്റ് വെച്ച് നോക്കി. അപ്പോൾ അതിൽ ആ ഒരു വൈറ്റ് ഗൗണൊക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. പക്ഷെ ഒന്നും എടുത്തില്ല. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മൾ വീട്ടിലോട്ട് തന്നെ വരുവാണ് കേട്ടോ. അപ്പം ഈ ഒരു തലേന്നത്തെ ഒരു വീഡിയോ ആയിരുന്നു, ഞാനതിനകത്തോട്ട് കറക്റ്റ് ചെയ്തതാണ്. അസ്സലാമലൈക്കും. എല്ലാവരും റാഹത്തായിട്ടിരിക്കുമെന്ന് കരുതുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഇവിടെ സുഖമാണ്, അൽഹംദുലില്ലാ. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താ ഷെഫിയെ? ഇന്നത്തെ നമ്മുടെ വീഡിയോ അമ്മാന്റെ ബർത്ത്ഡേ ആണ്. ഇന്ന് മോൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. മാർച്ച് 2 ഇന്ന് മോൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം നോമ്പായിപ്പോയല്ലോ, ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പം അവന്റെ ഫ്രണ്ട്സ് ഇന്ന് അവിടെയാണ് നോമ്പ് തുറ കേട്ടോ. മോനാണ് ട്രീറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പം ഇന്ന് ഞങ്ങൾ രണ്ടും മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ ഇന്ന് എന്താ ഉണ്ടാക്കുന്നത്? ചോറൊക്കെ ഞങ്ങളിന്ന് മന്തി ഉണ്ടാക്കാനായിട്ടാണ് കരുതിക്കുന്നത്. മന്തിയും പിന്നെ അവന് ഉള്ളിവട വലിയ ഇഷ്ടമാണ് അല്ലേ. ഉള്ളിവട ഉണ്ടാക്കാം അല്ലേ. ജ്യൂസ് എന്തുവാ? ആപ്പിളിരിപ്പുണ്ട്. അപ്പോൾ ഉള്ളെല്ലാം തട്ടിക്കൂട്ടാണ് കേട്ടോ. ഞങ്ങളുടെ നോമ്പുറൊക്കെ എപ്പോഴും അങ്ങനെയാണ്. കാരണം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ, നമുക്ക് ഫുഡ് ഓൾറെഡി അകത്തുനിന്ന് വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഫുഡ് കുക്ക് ചെയ്യുമ്പോൾ ഇത് നമുക്ക് അന്നേരം കഴിക്കാനുള്ളത് മാത്രമേ ഞങ്ങൾ ഉണ്ടാക്കത്തുള്ളൂ. കാരണം അത്താഴത്തിനെല്ലാം നമുക്ക് അവിടെ നിന്നാണ് ഫുഡ് കിട്ടുന്നത്. അതൊരു വലിയൊരു അനുഗ്രഹമാണ് അല്ലേ, അൽഹംദുലില്ലാ. അപ്പം ഞാൻ അന്നേരം ഇന്ന് അമാനുവിൻ്റെ ബർത്ത്ഡേക്ക് ഞങ്ങൾ ചെറിയൊരു കേക്ക് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. വാങ്ങിച്ചിട്ടില്ല, വാങ്ങണം. ചെറിയൊരു കേക്ക് വാങ്ങണം. പിന്നെ ഷെബിയുടെ വകയൊരു ഗിഫ്റ്റ് ഉണ്ട്, എൻ്റെ വകയൊരു ഗിഫ്റ്റ് ഉണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് നോമ്പ് മുറിച്ചിട്ട് അവൻ വരും. അപ്പം നമുക്കത് കേക്ക് കട്ടിങ്ങിലായിട്ട് നിങ്ങളെ കാണിക്കാം കേട്ടോ. പായസം നമ്മൾ ഉണ്ടാക്കുന്നുണ്ടോ? ടൈം ഇല്ല കേട്ടോ. കാരണം ഡ്യൂട്ടിക്കും കയറണ്ടേ. നമുക്ക് വളരെ കുറച്ച് ടൈമേ ഉള്ളൂ. അപ്പം ഞങ്ങൾ രണ്ടുപേരുടെ കിച്ചണിലോട്ട് പോവാണ്. അപ്പം ഞങ്ങൾ മന്തിയുടെ പരിപാടിയാണ്. ഷെഫി വരുന്നുണ്ടോ കിച്ചണിലോട്ട്? നല്ല ടയേർഡാണ്, ഉറക്കം ഒട്ടും ശരിയാവുന്നില്ല. ഇപ്പം റംസാൻ സ്കൂളുണ്ട്. ഇപ്പം റംസാൻ ഇയർലി ആയതുകൊണ്ടേ സ്കൂളും ഉണ്ട് ഷെഫിക്ക്. അപ്പോൾ ഉറക്കം വളരെ കുറവാണ്, സ്കൂളിൽ പോകേണ്ടതുകൊണ്ടേ. അപ്പം വാ നമുക്ക് കിച്ചണിൽ പോവാം.
മന്തി അങ്ങനെ ഞാൻ മസാല ഇട്ട് വെച്ച് വെയിറ്റ് കാണിക്കാമേ. ഇതാണ്ടോ ഷെഫിയെ മന്തിയുടെ താണ്ട ചിക്കൻ മസാല നമ്മുടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനി അടുപ്പിലോട്ട് വെക്കാം. ഇതേണ്ട നമ്മളങ്ങനെ മന്തി അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. മന്തി അല്ല, ചിക്കൻ. ഇത്തവണ ഞാൻ വെക്കുന്ന കുക്കർ മന്തി അല്ലേ, ഇത്തവണ വെക്കുന്നത് വേറൊരു തരത്തിലുള്ള മന്തിയാണ്. അപ്പം വേണ്ട മന്തി ഞാൻ ഓൾറെഡി മസാലയൊക്കെ സെറ്റാക്കി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നമുക്കിനി ഷെഫി അരി എഴുവല്ലേ, രണ്ടുപേരും വേഗം വേഗം ചെയ്യുവാട്ടോ. എന്താണെന്ന് അറിയാമോ, രണ്ടുപേർക്കും ഒരുപോലെ 5 മണിക്ക് ഇറങ്ങണം. 2.5 മണിക്കൂറേ ഉള്ളൂ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഫാസ്റ്റ് ആക്കണം. അപ്പം നമ്മൾക്ക് ചോറിൻ്റെ വെള്ളം ഞാൻ ഓൾറെഡി ചൂടാക്കാൻ വെച്ചു കേട്ടോ. നമുക്കത് വേഗം റെഡിയാക്കാമേ. വെള്ളത്തിൽ ഞാൻ ഒരു അരമണിക്കൂർ ഒന്ന് വെള്ളത്തിലിട്ടിരിക്കാം കേട്ടോ. അരി കഴി വെള്ളത്തിലിട്ടിട്ടുണ്ട്. നമുക്ക് ആദ്യം തക്കാളി സോസ് ഉണ്ടാക്കാം കേട്ടോ. തിളച്ചോണ്ടിരിക്കുന്നു. അതുപോലെ ചിക്കൻ വെന്തുകൊണ്ടിരിക്കുന്നു. എന്താണെന്നറിയത്തില്ല, എൻ്റെ ഈ അടുപ്പിനുണ്ടല്ലോ ഞാൻ എത്ര സ്റ്റൗ മാറ്റി മേടിച്ചെന്നൊരു ചുമന്ന തീയ വരുന്നത്. പക്ഷെ ഇതെന്തോ ക്ലീൻ ചെയ്യണമെന്ന് വെച്ചാൽ ക്ലീൻ ചെയ്തിട്ട് എന്താണെന്നറിയത്തില്ല, ചുമന്ന തീയ വരും. സത്യം പറഞ്ഞാൽ ചുമന്ന തീ വരുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. ഇവിടെ നിന്നോണ്ട് വീഡിയോ എടുക്കാനായിട്ട് അങ്ങനെ പൊട്ടിത്തെറിക്കാനുള്ള പേടിയായിട്ട്. അങ്ങനെ വേണ്ട തക്കാളി സോസ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ അങ്ങനെ റെഡി ആയിട്ടില്ല, ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്കിനി ഉള്ളി വടയുടെ പരിപാടി നോക്കാം. ഞാൻ ജ്യൂസ് അടിക്കാം. നമുക്ക് ജ്യൂസ് ഗ്രീൻ ആപ്പിൾ എടുക്കാം കേട്ടോ. ഞങ്ങൾ 2 മാത്രല്ലേ ഉള്ളൂ. പിന്നെ അല്ലേ അമാനി ഈ ജ്യൂസൊന്നും നിങ്ങളെ ജ്യൂസൊന്നും പിടിക്കത്തില്ല കേട്ടോ. അമാനിക്കാണെങ്കിൽ പിന്നെ മിൽക്ക് ഷേക്ക് അല്ലേ, ഷാർജ ഷേക്ക് അങ്ങനെയൊക്കെ പറ്റും. അപ്പൊ ഞങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇന്ന് നമുക്ക് ഗ്രീൻ ആപ്പിളിന്റെ ജ്യൂസ് അടിക്കാം. അങ്ങനെ നമ്മുടെ ഗ്രീൻ ആപ്പിൾ കട്ട് ചെയ്ത് നമുക്കിനി ഇത് ജ്യൂസ് അടിക്കാമേ. അങ്ങനെ നമ്മുടെ ജ്യൂസ് റെഡിയായി. ഇനി നമുക്ക് ആപ്പിൾ ആകുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ, മുകളിൽ ഇങ്ങനെ പതിയെ അടിയിൽ വെള്ളമായിട്ട് കിടക്കും. പ്യുവറാണേ, വെള്ളമൊന്നും വെച്ചില്ല. അങ്ങനെ മന്തിയുടെ അരിയുടെ അല്ലേ, ചോറയുടെ അല്ലേ മന്തി ഇതാ നമ്മുടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളടുത്ത മന്തി ഇതിലോട്ട് റൈസ് സെറ്റ് ചെയ്യും കേട്ടോ. നമുക്ക് കളറിന് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കണം. അടിയിൽ ചിക്കൻ ഉണ്ട്. പക്ഷെ എനിക്ക് മഞ്ഞ കളറാണോ വെള്ള കളറാണോ ഇഷ്ടം? രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഇല്ലേ. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് കൂടെ മഞ്ഞ കളറും ഇട്ട് കൊടുക്കട്ടെ. ഓക്കെ. നമ്മുടെ ചോറ് മഞ്ഞ മാത്രമേ കഴിഞ്ഞ ബിരിയാണി തോന്നും. അതെല്ലാം വൈറ്റാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. വൈറ്റ് മഞ്ഞ കൂടെ ഒരു ഇതുണ്ടല്ലേ, നമ്മളെല്ലാം സമതിര ഇതൊക്കെ മേടിക്കത്തില്ലേ. അങ്ങനെ നല്ല പുകയുടെ മണമല്ലേ. ഇതാണ് മന്തി. ഏറ്റവും എളുപ്പമുള്ള പണിയാണ് മന്തി. ഇനി ഒരു 10 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. ലോ ഫ്ലെയിമിൽ വെക്കാം. ഓക്കെ. ഇനി അടുത്ത ഉള്ളിവട തുടയ്ക്കും. ഉള്ളിവട ജ്യൂസും ഉണ്ട്. അങ്ങനെ നമ്മുടെ ഉള്ളിവട ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുവാണ്. ആകെ അറിയാവുന്നതാണ് ഉള്ളിവട, പരിപ്പ് വട, പഴംപൊരി, പിന്നെന്താ ഷെഫിയെ, ഇതെന്താ ബ്രെഡ് പൊരിച്ചത്. ബ്രെഡ് പൊരിച്ചത്. ഇപ്പൊ പിന്നെ അതറിയാം ഇല്ല, കലത്തപ്പോ എന്താല്ലേ, കായ്പോള അതുണ്ടാക്കുന്ന ഇത്രയും അറിയാവുന്ന കേട്ടോ. ആകെ ഉണ്ടാക്കുന്നത് എത്രയാണ് കേട്ടോ. അപ്പം ഇന്ന് ഉള്ളിവട ഉണ്ടാക്കി. അല്ല, ഇനിയിപ്പോൾ ഉള്ളിവട വരട്ടെ. ഇനി ചോറ് നമ്മുടെ സെറ്റ് ആയിട്ടുണ്ട്. ചോറ് ഇനിയിപ്പോൾ ഹോട്ട്പോട്ടിലോട്ട് മാറ്റണം. അപ്പോഴത്തേന് ഇതും റെഡിയാവും. അതിപ്പോൾ ഞങ്ങൾ 2 ഒരുമിച്ച് ഇറങ്ങാനുള്ള ടൈമും ആയി. നമ്മുടെ മന്തിയുടെ ചെമ്പ് പൊട്ടിക്കാൻ പോന്നു. ആ ചൂട് ആവി ഇങ്ങനെ പാറി കളിക്കുന്നു. കൈകൊള്ളി നല്ല ചൂട് കേട്ടാ. പച്ചമുളക് കറക്റ്റ് വെക്കട്ടെ. ഇത് ഈ മന്തി ഒരു സ്പൈസി മന്തി കേട്ടാ. നല്ല ടേസ്റ്റ് ആണല്ലേ. പക്ഷെ മറ്റേ കുക്കർ മന്തി അത്രയും പോലെ. കുക്കർ എനിക്ക് ഇഷ്ടം ഇതാണ്. ഇതാണോ പറഞ്ഞില്ലല്ലേ? വീട്ടിൽ ഉണ്ടാക്കുന്നതാണ് ഇത് കേട്ടാ. പിന്നെ പുറത്തു പോയി കഴിക്കുന്ന വേറെയാണ്, നെഹദിയിലെ മന്തിയാണ്. നമ്മുടെ വെള്ളിയാഴ്ച പോയി കഴിക്കുന്നില്ലേ ഉച്ചയ്ക്ക്? അത് നല്ല സ്റ്റൈലല്ലേ. പക്ഷെ ഇത് വീട്ടിലുണ്ടാക്കുന്നത് നമ്മളുണ്ടാക്കുന്ന സ്റ്റൈലല്ലേ. അങ്ങനെ നമ്മുടെ മന്തി റെഡി ആയിരിക്കുവാണ്. അല്ല ഇത് വേണ്ടേ, നമ്മുടെ ഉള്ളിവട ഇവിടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കും. ഇപ്പൊ ഉള്ളിവട ഓരോന്നോരോന്നായിട്ട് ഞാൻ എടുക്കട്ടെ. മന്തി റെഡി, ഉള്ളിവടയും റെഡി, ജ്യൂസും റെഡി.
അങ്ങനെ ഞങ്ങളുടെ കുക്കിംഗ് കലാപരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ ജോലിക്ക് വന്നു കേട്ടോ. ഇപ്പൊ 5 മണിയായി. ഞങ്ങൾ വീണ്ടും 5:30 ഒക്കെ ആകുമ്പോൾ വരും. എല്ലാം കറക്റ്റ് ചെയ്യണം കേട്ടോ. ടീ ഒക്കെ കറക്റ്റ് ചെയ്യണം, ഫുഡ് എടുത്ത് വെക്കണം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇൻഷാ അല്ലാ അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഞങ്ങളെ വീണ്ടും കാണാം അല്ലേ. ഞങ്ങളങ്ങനെ നോമ്പ് കുടിക്കാൻ പോകട്ടോ. ഓൾറെഡി ബാങ്ക് വിളിച്ച് വന്നപ്പോഴത്തേന് നമ്മൾ വെള്ളം കുടിച്ചു. നമ്മൾ ഈത്തപ്പഴം തിന്നാം. ഈത്തപ്പഴം കഴിക്കാം. എന്റെ പൊന്നിനെ വാവയുണ്ട്. മുടി വെട്ടാറായില്ലേ? എന്റെ വാവയ്ക്ക് എന്തൊക്കെയാ എന്നെ ഒന്ന് തുടച്ചു തരാവേ. ഞാൻ ഇച്ചിരി ചെറുത്തക്കാളി എടുത്തു കേട്ടോ. ശരിക്കും ഇഷ്ടം ചെറുത്തക്കാളി നല്ലയല്ലേ? ഞങ്ങളെ അമാനുവിനെ ട്യൂഷൻ കഴിഞ്ഞു. അപ്പോൾ എടുക്കാൻ വേണ്ടി പോവാം. അപ്പം ഡ്യൂട്ടി കഴിഞ്ഞ് ഇതേണ്ട ഓൾറെഡി യൂണിഫോം ആണ്. അതിൻ്റെ മുകളിൽ അബായിട്ടോണ്ട് ഇറങ്ങണം കേട്ടോ. കേക്ക് വാങ്ങിച്ചില്ലായിരുന്നു. അപ്പം കേക്ക് വാങ്ങിക്കാൻ വേണ്ടി പോകണം. ഇനി കേക്ക് ഞാൻ പോയിട്ട് വാങ്ങിച്ചുകൊണ്ട് വരട്ടെ. ഇതാണ് ഷോപ്പ്. പിന്നെ ഇതേണ്ട ഒരു കുഞ്ഞു കേക്ക് കേട്ടോ. ആരോടും പറഞ്ഞിട്ടില്ല, ആരെയും വിളിച്ചിട്ടുമില്ല. ഞങ്ങൾ മാത്രം ഒരു കേക്ക് കേട്ടോ. അപ്പം നമുക്കത് കേക്ക് സർപ്രൈസാണ്. ഇനിയിപ്പോൾ അവനെ എടുക്കാൻ പോവാം. ബർത്ത്ഡേ ബോയ് ഇതാ വരുന്നതാണ്. അങ്ങനെ ബർത്ത്ഡേ ബോയ് അതായത് നമ്മള് വിളിച്ചോണ്ട് വരുവാണ്. അപ്പൊ നമ്മൾ വീട്ടിലോട്ട് പോവാണ്. ഇനി വീട്ടിൽ ചെന്നിട്ടൊന്ന് ഫ്രഷ് ആയിട്ട് നമുക്ക് കേക്കൊക്കെ മുറിക്കാം കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ അമാനു. Thank you. Many happy returns of the day. This for you, your cake. Cake? കേക്കിന് ഒരു കാർഡ് ഉണ്ട്. നോക്കേ നോക്ക്. ഇതല്ലേ? ഓപ്പൺ ആക്കി നോക്ക്. ഓപ്പൺ ആക്ക്. എന്താ? Sweet 16 അമ്മാൻ. എന്ത്? താങ്ക് യു. ഹാപ്പി ബർത്ത്ഡേ ബിഗ് ബോയ്. അപ്പം നമുക്കിനി പോയിട്ട് വാപ്പാക്ക് ഒരു കൊടുത്തില്ല. വാപ്പാക്ക് പാപ്പാക്ക് ബെൽറ്റ് ഇട്ടേക്കൊണ്ട് കൊടുക്കാൻ പറ്റില്ല അല്ലേ. അപ്പൊ നമുക്ക് റൂമിൽ ചെന്ന് ഫ്രഷ് ആവാവേ. അങ്ങനെ നമ്മള് ഫുഡെല്ലാം കഴിച്ചു. ഭയങ്കര ക്ഷീണവും ഭയങ്കര ടയേർഡും കേട്ടോ. ഉറക്കം കൊണ്ട് ചാലി ആവുന്നില്ല. അതേണ്ട അമാനു റെഡി ആയിട്ട് വന്ന് കേക്ക് മുറിക്കാതിരിക്കാൻ വേണ്ട. ഞാൻ പറഞ്ഞേ നമ്മളൊരു കുഞ്ഞു കേക്കാണ് വാങ്ങിച്ചത്. ഞാനത് ഷോർട്ട് വീഡിയോയ്ക്ക് വേണ്ടി കേക്ക് മുറിച്ചു പോയി കേട്ടോ. അമാനു വേണ്ട കുഞ്ഞു കേക്കാണ് കേട്ടോ. ഫ്രൂട്ട് കേക്ക്. എന്നാ കേക്ക് മുറിക്കും. നൈഫ് കൊണ്ട് മുറിക്കും. ഹാപ്പി ബർത്ത്ഡേ ടു യു. Happy birthday to you. Happy birthday. ഞാൻ അമാനുവിന്റെ ബർത്ത്ഡേ ഇവിടെ കഴിഞ്ഞേട്ടോ. ഇല്ല അമാനു, ഈ ഇട്ടിരിക്കുന്ന ടീഷർട്ടും പാന്റുമാണ് എന്റെ വക കേട്ടോ. അല്ലേ? ജോർജേനോന്റെ ഷർട്ട് ടീഷർട്ട്. ഷെവിയുടെ ഗിഫ്റ്റ് കൊടുത്തില്ലല്ലോ. അപ്പച്ചിയുടെ ഗിഫ്റ്റ്. അമ്മാനിന്റെ വാച്ച് ഇഷ്ടപ്പെട്ടോ? അപ്പൊ അമാനുവിന്റെ ബർത്ത്ഡേയുടെ വിശേഷങ്ങൾ ഇത്രയായിരുന്നു കേട്ടോ. അല്ലേ അമാനു? അമാനു ഞങ്ങളുടെ ഇല്ലായിരുന്നു നോമ്പ് കുറിക്കാൻ. അമാനു അമാനുവിന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ആയിരുന്നു അല്ലേ? അബ്ദുള്ള ഇറങ്ങി. അപ്പം ഞങ്ങളിന്ന് മന്തി ഒക്കെയായിരുന്നു ഉണ്ടാക്കിയത്. കഴിക്കുന്ന ഒന്നും ഞാൻ എടുത്തില്ല, ഡിന്നർ കഴിക്കുന്ന എടുത്തില്ല.
ഇടയ്ക്ക് വെച്ചാണെങ്കിൽ കോള് വന്ന് ഡ്യൂട്ടീന്ന് കേട്ടോ. അപ്പം കഴിച്ചുകൊണ്ടിരുന്നിടത്തുനിന്ന് പിന്നെ പോകേണ്ടി വന്നു. അപ്പോൾ ആ വീഡിയോ ഒന്നും എനിക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഈ ഉള്ളത് കൊണ്ട് കറക്റ്റ് ചെയ്തെടുത്തതാണ് വീഡിയോ. അപ്പോൾ ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. വീണ്ടും പുതിയ വീഡിയോ കാണുന്നവരെല്ലാവരോടും സ്നേഹം മാത്രം.